ഹലോ, നോർത്ത് ഇന്ത്യൻ ട്രിപ്പിലേക്കുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തേൽ നമ്മൾ പ്ലാനിങ് ഒക്കെയാണ് കഴിഞ്ഞിരുന്നത്. രണ്ടാമത്തേതിൽ ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ബുക്കിംഗ് കൗണ്ടറിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് വീട്ടിൽ വന്നാൽ തിരിച്ചെത്തിയാലും നമ്മളോട് മറ്റുള്ള ഫ്രണ്ട്സ് കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ചോദിക്കല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചത്, എപ്പോഴത്തേക്കാണ് ടിക്കറ്റ് കിട്ടി, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രിപ്പ് പോകുന്നവരുടെ മാത്രം വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആണെന്ന് നമ്മൾ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഒരു 3-4 വീഡിയോയും കൂടി ആവേണ്ടി വരും, എന്നാലേ ഇത് കംപ്ലീറ്റ് ആവും. എന്നാലും കംപ്ലീറ്റ് ആവാൻ പാടാണ്. ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെ പണികൾ ഉണ്ടാവുമെന്ന് നമുക്കൊക്കെ അറിയാം. ലോങ് ട്രിപ്പ് അല്ലേ, നോർത്തിലേക്കുള്ള ട്രിപ്പ് എന്നൊക്കെ പറയുമ്പം ഒരാഴ്ചത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു ഗ്രൂപ്പ് വാട്സപ്പ് കോൾ കേൾക്കാം. ഗ്രൂപ്പ് വാട്സപ്പ് കോൾ അറിയാമല്ലോ, ഇപ്പം അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളൊരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. അത് അവർക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സിന് മാത്രം കാണാൻ പറ്റുന്ന, അല്ലെ അവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന സംഗതികളായിരിക്കും. എടോ ടിക്കറ്റ് കിട്ടിയോ? അപ്പൊ അതിൽ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കാം, എടോ ടിക്കറ്റ് കിട്ടിയോ? എടോ എന്ന് പറയുന്നത് സമപ്രായക്കാരായിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് എടോ എന്ന് വിളിക്കുന്നത്. യാർ ടിക്കറ്റ് മിൽഗയാ? യാർ എന്ന് പറഞ്ഞാൽ എടോ. നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ സംബോധന ചെയ്യുമ്പോൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ യാർ. യാർ ടിക്കറ്റ് മിൽഗയാ? മിൽഗയാ ക്യാ, അല്ലെ മിലാ ക്യാ? ടിക്കറ്റ് മിലാ ക്യാ? ക്യാ ടിക്കറ്റ് മിലാ? അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ എന്റെ അർത്ഥം എന്താ? എടോ ടിക്കറ്റ് കിട്ടിയോ? എന്നിട്ട് അയാൾ ടിക്കറ്റ് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതേ കിട്ടി, പക്ഷെ നേരിട്ടുള്ള ട്രെയിൻ അല്ല, ട്രെയിൻ ഇല്ല. അതേ കിട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ മിൽഗയാ, പക്ഷെ നേരിട്ടുള്ള ട്രെയിൻ അല്ല. സീതി ട്രെയിൻ നെയ്യ്. സീതി ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ട്രെയിൻ അല്ല. ജി മിൽ ഗയ ലേക്കിൻ സീതി ട്രെയിൻ നെയ്യ്. ആ കിട്ടിയിട്ടുണ്ട്, ലേക്കിൻ സീതി ട്രെയിൻ നെയ്യ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ട്രെയിൻ അല്ല, എവിടെന്നെങ്കിലും ഒന്ന് ഇറങ്ങി കയറേണ്ടി വരും ഇവർക്ക്. അതിനാണ് ഡയറക്റ്റ് ട്രെയിൻ അല്ല എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി കഴിഞ്ഞാൽ അത് നേരെ അവിടെ പോയി എത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം ഡയറക്റ്റ് ട്രെയിനിലായി നീ എന്ത് ചെയ്തു? എങ്ങനെയാ ചെയ്തത്? എങ്ങനെയാണ് നമ്മൾ പോകാനിരിക്കുന്നത്? തബ് ക്യാ കിയാ? അപ്പോൾ എന്ത് ചെയ്തു? അത് ഹിന്ദിയിൽ പറയും തബ് ക്യാ കിയാ. തബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ, ക്യാ കിയാ എന്ത് ചെയ്തു, തബ് ക്യാ കിയാ അപ്പോൾ എന്ത് ചെയ്തു. അപ്പം ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് ഇല്ല എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല എന്നറിയുമ്പോൾ നീ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഡിസ്കഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് അവർ ഇനി എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളതാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് ബോംബെക്ക് പോകണം. യഹാസെ ഹമേ മുംബൈ ജാനാ ഹെ. ബോംബെ എന്നുള്ള പേര് പഴയ പേരാണ് കേട്ടോ, ഇപ്പോഴത്തെ പുതിയ പേര് മുംബൈ ആണ്. യഹാസെ ഹമേ മുംബൈ ജാനാ ഹെ. ഇവിടുന്ന് നമുക്ക് മുംബൈയിലേക്ക് പോകണം. അപ്പൊ മുംബൈയിൽ നിന്നായിരിക്കും ഇവർക്ക് കിട്ടുന്ന കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ടാവുക ജയ്പൂരിലേക്ക്. ജയ്പൂർ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ജയ്പൂരിലേക്ക് മുംബൈയിൽ നിന്ന് കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ടാവും. കോഴിക്കോട് നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല അവർക്ക്. പിന്നെ അവിടെ നിന്ന് ജയ്പൂരിലേക്ക് കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ട്. അവിടെ നിന്നെന്ന് പറയുന്നത് മുംബൈയിൽ നിന്ന് ഫിർ വഹാസെ ജയ്പൂർ കെ ലിയെ കണക്റ്റിംഗ് ട്രെയിൻ ഹെ. ഫിർ പിന്നെ വഹാസെ അവിടെ നിന്ന് ജയ്പൂർ കെ ലിയെ ജയ്പൂരിലേക്ക് കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ട്. ഫിർ വഹാസെ ജയ്പൂർ കെ ലിയെ കണക്റ്റിംഗ് ട്രെയിൻ ഹെ. അങ്ങനെ പറഞ്ഞാൽ എന്താ? പിന്നെ അവിടെ നിന്ന് ജയ്പൂരിലേക്ക് കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തത്. വൈശാഹി കിയാ ഹെ. വൈശാഹി കിയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടാവും കൗണ്ടറിൽ നിന്ന് മുംബൈയിൽ നിന്ന് കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ട്, അതിൽ ബുക്ക് ചെയ്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത്. വൈശാഹി കിയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ചെയ്തത്. വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇപ്പൊ ട്രെയിനിന് പോകണം എന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ ഇപ്പം ഡയറക്റ്റ് ട്രെയിനിലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ആക്കൊന്നുമില്ലല്ലോ. അപ്പം കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ടെങ്കിൽ അതിനാണ് പോവുക നമ്മൾ സാധാരണ. ടിക്കറ്റ് എന്നത്തേക്കാ കിട്ടിയത്? ടിക്കറ്റ് കിസ് ദിൻ കാ മില. കിസ് ദിൻ കാ എന്ന് പറഞ്ഞാൽ ഏത് ദിവസത്തേക്കുള്ള ടിക്കറ്റാണ് കിട്ടിയത്. ചിലപ്പം നമ്മൾ ട്രിപ്പിന് പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും, അന്ന് ചിലപ്പം ട്രെയിൻ ഉണ്ടാവില്ല,
സിറ്റിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ടിക്കറ്റ് ഫുള്ളായി കാണാം, അന്നത്തേക്ക് കിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ടിക്കറ്റ് കിസ് ദിൻ കാ മില, ഏത് ദിവസത്തേക്കുള്ള ടിക്കറ്റാണ് കിട്ടിയത്. നമ്മൾ ചിന്തിച്ചു പോകുന്ന ഡേറ്റിന് തന്നെ കിട്ടണം എന്നില്ലല്ലോ. അപ്പം നമ്മൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ചെയ്യും. ടിക്കറ്റ് കിസ് ദിൻ കാ മില, ടിക്കറ്റ് എന്നത്തേക്കാണ് കിട്ടിയത്, ഏത് ദിവസത്തേക്കാണ് കിട്ടിയത്. കോൺസ ദിൻ കെ ലിയെ മില, അങ്ങനെയും ചോദിക്കാം. ടിക്കറ്റ് കിസ് ദിൻ കാ മില, ഏത് ദിവസത്തേക്ക് ആണ് ടിക്കറ്റ് കിട്ടിയത്. നമ്മൾ പറഞ്ഞ പോലെ 25 തന്നെ കിട്ടി. അപ്പം പോകുമ്പോ വരെ ഉറപ്പിച്ചു പോയിട്ടുണ്ടായി 25 കിട്ടുകയാണെങ്കിൽ അന്നത്തേക്ക് എടുത്താൽ മതി. ജയ്സാ ഹി ഹംനെ കഹാ 25 താരീഖ് കോയി മിൽ ഗയാ, ജയ്സാ ഹി ഹംനെ കിയാ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അതിന് പറയുന്ന പേര് ഇതാണ്, ഹിന്ദിയാണ്. ജയ്സാ ഹി ഹംനെ കഹാ 25 താരീഖ് കോയി മിൽ ഗയാ. 25 താരീഖ് എന്ന് പറഞ്ഞാൽ 25-ാം തീയതി തന്നെ കിട്ടി. 25-ാം തീയതിക്ക്, ജനുവരി 25 ഒരു മനസ്സിൽ വിചാരിച്ചു പോയത്, ആ ഡേറ്റിന് തന്നെ കിട്ടി. जैसा कि हमने कहा 25 तारीख को ही मिल गया, 25 तारीख को ही मिला, 25-ാം തീയതി തന്നെ ടിക്കറ്റ് കിട്ടി. അപ്പൊ അവര് ഹാപ്പി ആയി, പറഞ്ഞ ഡേറ്റിന് തന്നെ കിട്ടിയല്ലോ, വിചാരിച്ച ഡേറ്റിന് തന്നെ. ഇവിടുന്ന് എത്ര മണിക്കാ, യഹാസെ കിത്തനെ ബജെ കോ ഹെ, എത്ര മണിക്കാന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ് ട്രെയിൻ. ഓക്കെ, മുഴുവൻ നമ്മൾ പറയില്ലല്ലോ. യഹാസെ കിത്തനെ ബജെ കോ ഹെ, ഇവിടുന്ന് എത്ര മണിക്കാണ് ട്രെയിൻ. അപ്പം അതിനനുസരിച്ച് വേണമല്ലോ അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിലൊക്കെ, രാവിലെ ഉച്ച വൈകുന്നേരം, അതിനനുസരിച്ച് ഭക്ഷണ ക്രമീകരണവും ബാക്കിയുള്ള വെഹിക്കിൾ അറേഞ്ച്മെന്റും ഒക്കെ ചെയ്യണ്ടേ. വൈകുന്നേരം 5 മണിക്ക്, ഷാം കോ 5 ബജെ, ഷാം കോ 5 ബജെ എന്ന് പറഞ്ഞാൽ ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കേട്ടോ. ഷാം കോ വൈകുന്നേരം, 5 ബജെ 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് പോകണം അവർക്ക്. ഓക്കെ, വൈകുന്നേരം 5 മണിക്ക് എന്നുള്ള ഹിന്ദിയിൽ പറയും ഷാം കോ 5 ബജെ. അപ്പൊ 6 മണിയാണെങ്കിലോ ഷാം കോ 6 ബജെ. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് കുറെ അക്കങ്ങൾ മാത്രം മാറ്റിയിട്ട് പല സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. രാത്രി 8 മണിക്കാണെങ്കിൽ എന്താ പറയാ, രാത് കോ 8 ബജെ. രാവിലെ 9 മണിക്കാണെങ്കിലോ സുബ് 9 ബജെ. അപ്പം സെയിം പാറ്റേണിൽ കുറെ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ച് നിങ്ങൾ ഇതൊക്കെ ബൈഹാർട്ടാക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് 1 മണിക്കൂർ, ഒരു 3 മണിക്ക് ഇറങ്ങേണ്ടി വരും. വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങേണ്ടി വരും. ഘർ സെ 3 ബജെ നികൽനാ ഹോഗ. അപ്പം വീട് ചിലപ്പം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളവരായിരിക്കും, ഒരു 25-30 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര നേരത്തെ ഇറങ്ങേണ്ടി വരും. ഘർ സെ 3 ബജെ നികൽനാ ഹോഗ. 3 ബജെ എന്ന് പറഞ്ഞാൽ 3 മണി. വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങേണ്ടി വരും. അപ്പൊ ഒരു 5 മണിക്കുള്ള ട്രെയിനിന് 3 മണിക്ക് ഇറങ്ങേണ്ടി വരും. ഒരു 4:30 ആകുമ്പോഴത്തേക്ക് എത്തണ്ടേ, കാരണം ഒരു പ്ലാറ്റ്ഫോമിൽ മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനുള്ള ദൂരം, പിന്നെ ട്രാഫിക്, ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട്. അത് സാരമില്ല, എന്റെ മകൻ കാറിൽ കൊണ്ടുവിടും. അപ്പൊ ഈ ഗ്രൂപ്പ് കോൾ ചെയ്യുന്നതിൽ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, 5-6 ആൾക്കാരില്ലേ ഇവര്. അതിലൊരാൾ പറയാണ്, वो कोई बात नहीं, मेरा बेटा कार में छोड़ देंगे. कोई बात नहीं എന്ന് പറഞ്ഞാൽ അത് സാരമില്ല, ഒരു പ്രശ്നമില്ല. മേരാ ബേട്ട കാർ മേ ചോട് ദേങ്കി, എന്റെ മകൻ നമ്മളെ കാറിൽ കൊണ്ടുവിടും. അപ്പൊ 3 മണിക്ക് ഇറങ്ങുന്നതൊന്നും അവർക്കൊരു വലിയ പ്രശ്നമല്ല. കാറിൽ കൊണ്ടുപോകും. കാറിൽ കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് പോയാൽ മതി, ബസ്സിനേക്കാളും എളുപ്പത്തിൽ എത്തിക്കല്ലോ കാറ്. അത് ബോംബെയിൽ എത്ര മണിക്ക് എത്തും, അത് ബോംബെയിൽ എത്ര മണിക്ക് എത്തുമ്പോൾ മുംബൈ കിത്തനെ ബജെ പਹੁഞ്ചേക. അതെന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിനെ പറ്റിയാണ് കേട്ടോ ചോദിക്കുന്നത്. മുംബൈ കിത്തനെ ബജെ പਹੁഞ്ചേക, അത് മുംബൈയിൽ എത്ര സമയത്തെത്തും. എന്ന് പറഞ്ഞാൽ അത് മുംബൈ സെയിം. കിത്തനെ ബജെ പਹੁഞ്ചേക, എത്ര മണിക്ക് എത്തും, ആ ട്രെയിൻ എത്ര മണിക്ക് എത്തും എന്ന് ചോദിക്കുന്നത്. പിറ്റേന്ന് വൈകിട്ട് 5 മണിക്ക്, അഗലേ ദിൻ ഷാം കോ 5 ബജെ. അഗലേ ദിൻ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം, നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നതിനാണ് അഗലേ ദിൻ. നെക്സ്റ്റ് ഡേസ് അഗലേ ദിൻ. ഷാം കോ വൈകുന്നേരം, 5 ബജെ 5 മണിക്ക്. അഗലേ ദിൻ ഷാം കോ 5 ബജെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ 5 o'clock. അവിടുന്ന് ജയ്പൂരിലേക്ക് എത്ര മണിക്കാണ് ട്രെയിൻ. അപ്പം മുംബൈയിലെത്തി എന്ന് വിചാരിച്ചോളൂ. അപ്പം മുംബൈയിലെത്തിയാൽ അവിടുന്ന് ജയ്പൂരിൽ പോകണ്ടേ അവർക്ക്, അങ്ങോട്ടുള്ള ട്രെയിൻ എത്ര മണിക്കാണെന്നാ ചോദിക്കുന്നത്. ഉദർ സെ ജയ്പൂർ കെ ലിയെ കിത്തനെ ബജെ കാ ട്രെയിൻ ഹെ. ഉദർ സെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന്, അല്ലെങ്കിൽ വഹാംസെ എന്നും പറയട്ടോ. വഹാംസെ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഉദർ സെ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ജയ്പൂർ കെ ലിയെ, ജയ്പൂരിലേക്ക്. കിത്തനെ ബജെ കാ ട്രെയിൻ ഹെ, എത്ര മണിക്കുള്ള ട്രെയിനാണ്. ഉദർ സെ ജയ്പൂർ കെ ലിയെ കിത്തനെ ബജെ കാ ട്രെയിൻ ഹെ. രാത്രി 11 മണിക്ക്, രാത് കോ 11 ബജെ. രാത്രി 11 മണി എന്ന് എങ്ങനെയാ പറയാ, രാത് കോ 11 ബജെ. അപ്പൊ രാത്രി 10 മണിക്കാണെങ്കിലോ രാത് കോ 10 ബജെ. ഓക്കെ, അപ്പം രാത്രി 11 മണിക്ക് എന്ന് പറയുന്നതിന്
രാത് കോ 11 ബജെ. ഇങ്ങനെയുള്ള സെന്റൻസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനോട് അതുപോലത്തെ നിങ്ങൾ കുറെ എണ്ണം ഉണ്ടാക്കി പഠിക്കുക കേട്ടോ. സ്വയം പരിശ്രമിക്കുക. 6 മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കണം അല്ലേ? അപ്പൊ അതിലൊരാൾ പറയാണ് 6 മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കണം അല്ലേ? അപ്പൊ 5 മണിക്ക് വന്നിട്ട് പിന്നെ രാത്രി 11 മണി വരെ എന്ന് പറയുമ്പോൾ ഒരു 6 മണിയുടെ ഗ്യാപ്പ്. 6 घंटे उधर खाली बैठना पड़ेगा है ना. 6 घंटे എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ. 6 എന്ന് പറഞ്ഞാൽ 6 എന്നറിയാലോ. ഘണ്ട എന്ന് പറഞ്ഞാൽ മണിക്കൂർ. ഉദർ അവിടെ. ഖാലി ബൈഠന പടേഗ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ടി വരുമല്ലോ. സാരമില്ല, നമുക്ക് സ്റ്റേഷന്റെ പരിസരമൊക്കെ ചുറ്റിക്കാണാം. कोई बात नहीं, हम स्टेशन का चारों तरफ घूमेंगे. चारों तरफ അല്ലെങ്കിൽ ആസ്പാസ് എന്നും പറയട്ടോ. സ്റ്റേഷൻ കാ ആസ്പാസ് घूमेंगे. സാരമില്ല, നമുക്ക് സ്റ്റേഷന്റെ പരിസരമൊക്കെ ചുറ്റിക്കാണാം. കോയി ബാത് नहीं, സാരമില്ല എന്ന് പറയുന്നത് കോയി ബാത് नहीं. ഹം സ്റ്റേഷൻ കാ ചാരോं तरफ घूमेंगे എന്ന് പറഞ്ഞാൽ കറങ്ങാം. സ്റ്റേഷന് ചുറ്റും കറങ്ങാം. അല്ലെങ്കിൽ ആസ്പാസ് എന്ന് പറയാം. പരിസരത്തിന് ആസ്പാസ് എന്നും പറയാൻ പറ്റും. ഇത്രയും ലഗേജും കൊണ്ടോ, അതും രാത്രിയിൽ. ഇത്തന ലഗേജ് കെ സാത്ത്. അപ്പൊ അതിലൊരാൾ പറയാ, ഓ നീ ഇപ്പൊ കറങ്ങാൻ പോകുന്ന ഇത്രയും ലഗേജും പിടിച്ചോണ്ട്. എല്ലാവരുടെ കയ്യിലും ബാഗ് ഉണ്ടാവുമല്ലോ. വിന്ററിലാണ് പോകുന്ന, കുറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും വലിയ ബാഗും പിടിച്ചോണ്ട് നമ്മൾ കറങ്ങുമോ? വോ ബി രാത്കോ, അതും രാത്രിയിൽ. നോർമലി നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഇത്രയും രാത്രിയിൽ ഇത്രയും വലിയ ലഗേജ് ഒക്കെ പിടിച്ചോണ്ട് നീ കറങ്ങാൻ പോവുകയാണോ? അതിൽ നിന്നല്ലേ നമുക്ക് ഈ ലഗേജ് വെച്ച് ഇവിടെ ഇരിക്കുന്നതായിരിക്കില്ല ശരി. ഇത്തന ലഗേജ് കെ സാത്ത്. എക്സ്ക്ലമേഷൻ കണ്ടോ അവിടെ. വോ ബി രാത്കോ, അതും രാത്രിയിൽ. താല്പര്യമുള്ളവർ കറങ്ങിക്കൊള്ളൂ. ജിസ്കോ മൻ ഹെ വ ഗൂംലോ, അതില് ഗൂംലേ. അപ്പൊ അതില് ഒരാൾ പറയാണ് ജിസ്കോ മൻ ഹെ വ ഗൂംലേ. ആർക്കാ താല്പര്യം രാത്രി കറങ്ങാൻ വെച്ചാൽ അവരൊക്കെ കറങ്ങിക്കോളൂ. ഓക്കെ, ഈ പറയുന്ന ആൾക്ക് ചിലപ്പം കറങ്ങാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അത് രാത്രി ഇത്രയും ലഗേജും പിടിച്ചിട്ട് നോർമലി നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലേ. ലഗേജും കൊണ്ട് എങ്ങനെ കറങ്ങാനാ? അപ്പൊ ആർക്കാ ഇഷ്ടമുള്ള വെച്ചാൽ നിങ്ങൾ കറങ്ങിക്കോളൂ. ജിസ്കോ മൻഹെ, മന്നെ എന്ന് പറഞ്ഞാൽ മനസ്സുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ളത്. ഞാൻ ലഗേജ് നോക്കിയിരിക്കും. ലഗേജ് കാ ദേഖ്ഭാൽ മേ കരുങ്ക. നിങ്ങൾ കറങ്ങേണ്ടവരൊക്കെ കറങ്ങിക്കോളൂ, ലഗേജ് നോക്കി ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് കറങ്ങാൻ പോണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളുള്ളതും നല്ലതാ അല്ലേ. അപ്പൊ നമുക്ക് കറങ്ങണം എന്നുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞാൽ മതി, നീ ലഗേജ് ഒക്കെ നോക്കി ഇവിടെ ഇരുന്നോന്ന്. അപ്പൊ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കറങ്ങിയിട്ട് വരാം. റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുവട്ടിലൊക്കെ രാത്രിയൊക്കെ നല്ല ലൈറ്റ് ഉണ്ടാവും. കടകളൊക്കെ ഓപ്പൺ ആയിരിക്കും. പുറത്ത് പോയിട്ട് ഒരു കപ്പ് ഹോട്ട് ടീ ഒക്കെ കുടിച്ചിട്ട് വരാം. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഈ ലഗേജും നോക്കി ഇരിക്കണം. ലഗേജ് കാ ദേഖ്ഭാൽ മേ കരൂങ്ക. ടിക്കറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആള് ഇവരോട് പറയാണ് ടിക്കറ്റ് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പൊ അന്ന് പറയേണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എത്ര മണിക്കാണ് എത്തുക, ഏത് ട്രെയിനിലാണ്, ബോംബെയിൽ എത്ര മണിക്കൂർ ഇരിക്കണം, ജയ്പൂരിൽ എത്ര മണിക്ക് എത്തും, ഇവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങണം, ഇങ്ങനെയുള്ള സെക്കൻഡ് AC ചെയ്തതെന്നും ഈ വിശേഷങ്ങളൊക്കെ അവർ പങ്കുവെച്ചു കഴിഞ്ഞു. ഇനി പറഞ്ഞത് ടിക്കറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളാന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം. ബാക്കി സബ് ബാത്തേം കൽ കരേംഗെ. ഇനി പോകുന്നവരെ അവർക്ക് എന്നും ചർച്ച തന്നെയായിരിക്കല്ലോ ഇതും പറ്റി. യാത്ര പോകുമ്പോൾ നമ്മൾ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. ഓരോ യാത്രയും ഓരോ എക്സൈറ്റ്മെന്റ് ആണ്. നല്ലൊരു അനുഭവമാണ് യാത്ര നമുക്ക് തരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അതുകൊണ്ട് പറയുന്നത് ബാക്കി സബ് ബാത്തേം കൽ കരേംഗെ. ഇനിയുള്ള ബാക്കി സംസാരങ്ങളൊക്കെ നമുക്ക് നാളെ ചെയ്യാം. കൽ കരേംഗെ, നാളെ ചെയ്യാം. ബാക്കി സബ് ബാത്തേ, നാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ ബാത്തേ എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന വർത്തമാനവും കാര്യങ്ങളും എല്ലാം കൂടിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ആരും ബോറടിക്കില്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും